സർ, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിനകത്ത് ഇപ്പോൾ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പിന്നാക്കം പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പല ഇൻ്റർവ്യൂവിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സാറ് അമേരിക്കയെ പിന്തുണയ്ക്കുന്നതായിട്ട്, ഇല്ലെങ്കിൽ ഒരു അമേരിക്കൻ സപ്പോർട്ടറെ പോലെ സംസാരിച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, പല കമൻറ്റുകളും അങ്ങനെ വന്നിട്ടുണ്ട്, എന്തിനാണ് അമേരിക്കയെ പിന്തുണ. പക്ഷേ ഇപ്പോൾ ഇറാൻ ശരിക്കും പിന്നോട്ട് പോവുകയും അല്ല, ഇറാൻ മുന്നേറുകയും അമേരിക്ക പിന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ബ്രിയൻ, അമേരിക്ക പിന്നോട്ട് പോയി എന്നോ ഇറാൻ മുന്നോട്ട് പോയി എന്നോ ആരാ പറയണത്? ഇവിടുത്തെ മീഡിയ. ഈ മീഡിയ നൽകുന്ന വാർത്തകളല്ലേ 80%, 85% കള്ളത്തരമാണെന്ന് ആ മീഡിയയിൽ തന്നെ ജോലി ചെയ്യുന്ന പലരും പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലേക്ക് തന്നെ വാർത്ത എടുക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. ഈ 2023 ഒക്ടോബർ 7 ഹമസ് ഭീകരവാദികൾ ഇസ്രായേലി ജനതയിലെ കുറേ പേരെ തട്ടിക്കൊണ്ടുപോയി, റേപ്പ് ചെയ്തു, കുട്ടികളെയൊക്കെ കൊന്നു, ജീപ്പിൽ കെട്ടി വലിച്ചു ഡെഡ് ബോഡിയും ജീവനുള്ളവരെയൊക്കെ. ഈ പിക്ചറൊക്കെ ഈ വാർത്തകളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പകരം ഇസ്രായേൽ തിരിച്ചടിച്ചത് വാർത്തയാക്കിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പം എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോൾ മലയാളത്തിലെ ഈ പത്രങ്ങളിൽ അതുപോലെ ചിലപ്പോൾ അബദ്ധത്തെ അങ്ങനെ ബൈ ചാൻസ് കണ്ടുപോകുന്ന ചാനലുകളിലും കാണുന്നത് മുസ്ലിം സ്ത്രീകൾ അലമുറയായിട്ട് കരയുക, ഡെഡ് ബോഡിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഇസ്രായേലിൻ്റെ ക്രൂര കൃത്യങ്ങളുടെ അനന്തരഫലമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ആ മരിച്ച 2000 പേരുണ്ട് ഇസ്രായേലികൾ. അവരൊന്നും മനുഷ്യരല്ലേ പ്രിയൻ? അതൊന്ന്. വേറൊന്ന്, നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലാണ് ഇരിക്കുന്നത്. ഇസ്രായേൽ കേരളത്തിൽ നിന്ന് എത്ര ദൂരെയാണ്? ഇറാൻ കേരളത്തിൽ നിന്ന് എത്ര ദൂരെയാണ്? അവിടെ എന്താ നടക്കണമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? നമുക്ക് അറിയാൻ പറ്റുന്ന മാധ്യമങ്ങളിൽ കൂടിയാണ്, നമുക്ക് കിട്ടുന്ന വാർത്താ ഏജൻസികളിൽ കൂടിയും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വാർത്തകളും, അതുപോലെ ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രസ് റിലീസ് വഴിയും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രസ് റിലീസ് വഴിയും ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ അപൂർവം ചിലർക്ക് മറ്റേ അമേരിക്കൻ പത്രങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് അവരുടെ വാർത്തകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാം ഒന്നും നോക്കാറില്ല. വളരെ 3-4 വാർത്ത ന്യൂസ് പോർട്ടൽസും പത്രങ്ങളും നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന, പിന്നെ ടി വി ന്യൂസിൽ നിന്ന് കിട്ടുന്ന, കേരളത്തിൽ നിന്ന് കിട്ടുന്ന ടി വി ന്യൂസ് അല്ല, ഇൻ്റർനാഷണൽ ചാനൽസിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോ അമേരിക്കൻ ഇത് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കുറ്റമല്ല. പക്ഷേ യാഥാർത്ഥ്യം പ്രിയനെന്ന് ആലോചിച്ച് നോക്കുക, ആരാ ശക്തി കൂടുതൽ സൈനികമായിട്ട്? അമേരിക്കയാണോ ഇറാനാണോ? ഇസ്രായേലാണോ ഇറാനാണോ ശക്തി കൂടുതൽ? പിന്നെ നമുക്ക് അവർ നുണ പറയാറില്ല ഈ ഇരുകൂട്ടരും. ഇപ്പോൾ ഇന്ന് തന്നെ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അമേരിക്ക സാമ്പത്തികമായി തകർന്നു എന്നാണ് നമ്മുടെ സഖാക്കളിവിടെ പറഞ്ഞുകൊണ്ട് കിടക്കണം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ 1,78,000 അഡീഷണൽ തൊഴിലുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രേഡ് ഡെഫിസിറ്റ് 55% കണ്ട് കുറഞ്ഞു ഈ താരിഫ് വർദ്ധിപ്പിച്ചത് കാരണം. ഇപ്പം അമേരിക്കയ്ക്ക് താരിഫ് വർദ്ധിപ്പിക്കാൻ, അമേരിക്ക ഒരു സോവറിൻ കൺട്രിയാണ്, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അവർക്ക് അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ടൈറ്റൻ ചെയ്യാനായിട്ട് അവർക്ക് അധികാരമില്ലേ? അതവർ ചെയ്യണു. അല്ലാണ്ട് എനിക്ക് അമേരിക്കയോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമില്ല, ഞാൻ അമേരിക്കനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു എന്താ പറയണ, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് ഞാൻ നടത്തുന്നത് മുഴുവൻ. ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം 4-5 യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് പറഞ്ഞു. യുദ്ധവിമാനങ്ങൾക്ക് ഒരു ബേസിക് നിയമമുണ്ട്, എ തമ്പ് റൂൾ. യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു എന്താ പറയുന്ന അൺസർട്ടനിറ്റി ആൻഡ് അതുപോലെ സുരക്ഷിതത്വമില്ലായ്മ എന്നുള്ള ഘടകം അതിൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മൾ വിചാരിക്കണം നമ്മളെ ഈ എയർ ഇന്ത്യയുടെയോ അതല്ലെങ്കിൽ പണ്ടത്തെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ജെറ്റ് എയർവേസിലോ യാത്ര ചെയ്യുന്ന സുഖമല്ലല്ലോ അതിനകത്ത് കിട്ടണേ. ഒരു പൈലറ്റിനോ അല്ല 2 പൈലറ്റിനോ ഇരിക്കാം, അതെന്നിട്ട് ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാം. ആ പൈലറ്റുമാരുടെ ശരീരത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അപകടം പതിവാണ്. ഇതിപ്പോൾ മിസൈൽ വെച്ചിട്ട് ഇറാൻ തകർത്താണെന്ന് ഇറാൻ അവകാശപ്പെടുന്നു, നമുക്ക് വിശ്വസിക്കാതെ. പക്ഷേ ഇറാൻ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്? അതിനെപ്പറ്റി ആരെങ്കിലും കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇറാന്റെ
എയർഫോഴ്സും നേവിയൊക്കെ തീർന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. അത്രയല്ലേ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇത്രമാത്രമൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് പലതും സാങ്കേതിക തകരാറ് കാരണമായിരിക്കാം വേണമെങ്കിൽ ഇത് ഈ യുദ്ധത്തിൽ ഈ വിമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോണത്. ഒരു യുദ്ധമാണല്ലോ. യുദ്ധത്തിൽ സൈനികരെ കൊല്ലപ്പെടുന്നുള്ളത് ഒരു ഇറ്റ്സ് യൂണിവേഴ്സൽ അല്ല. അതല്ലേ യുദ്ധം ചെയ്യാതിരിക്കണം. ഈ വിമാന അപകടങ്ങൾ ഉണ്ടാവും. ഈ യുദ്ധവിമാനങ്ങൾ ഈ പറഞ്ഞ പോലെ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളാണ്. അത് മാനുവറിങ് നടത്തുമ്പോൾ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഒരിക്കലും അമേരിക്ക യുദ്ധത്തിൽ പിന്നോക്കം പോയി എന്നോ ഇറാൻ മുന്നോട്ട് വന്നു എന്നോ എന്നും എനിക്ക് വിശ്വാസമാവണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആയിക്കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇറാന് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറഞ്ഞ ഒരു സൈന്യമുണ്ട് അവർക്ക്. അത് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. പിന്നെ ഉള്ളത് ഖുദ്സ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഖുദ്സ് ഫോഴ്സ്. ഈ ഖുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അലവലാദികളുടെ സൈന്യമാണത്. അവർക്ക് ദേ ആർ കൂലിപ്പടയാളികൾ, മേഴ്സണറീസ് ആണ്. അവർക്ക് മുകളിൽ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി. ഇവർ ചാവാൻ നടക്കുക. മറ്റേ അങ്ങ് പോകാനായിട്ട് ഹൂറികളെ കിട്ടും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ചാവാൻ നടക്കുകയാണ് അവർ. അമേരിക്കൻ പട്ടാളക്കാർ അവരോട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ യുദ്ധവിമാനം പറപ്പിക്കുന്നവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സേഫ്റ്റിയും നിങ്ങളുടെ സെക്യൂരിറ്റിയും കൂടി നിങ്ങൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അഡ്വഞ്ചറസ് ഇതിന് പോകാനായിട്ടെന്ന് അത് നോക്കിയിട്ടായിരിക്കും ചെയ്യണത് മുഴുവൻ. അപ്പോൾ യുദ്ധത്തിൽ ഇറാൻ ജയിക്കുന്ന പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റോടി എന്ന് പറയുന്നുണ്ട്. സമ്മതിച്ചു, തോറ്റോടി. 18 വർഷം അവിടെ യുദ്ധം നടന്നത്. എൻ്റെ ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സഖാവിൻ്റെ, ഒരു വലിയ മാർക്സിസ്റ്റ് പാർട്ടി സഖാവിൻ്റെ മകളുടെ വിവാഹത്തിന് ചെറുക്കനും പെണ്ണും പരസ്പരം അണിയിച്ച മോതിരമില്ലേ, അത് വിയറ്റ്നാമിൽ വിയറ്റ്കോങ് ഭടന്മാർ, വിയറ്റ്കോങ് സഖാക്കൾ വെടിവെച്ചിട്ട് അമേരിക്കൻ ഹെലികോപ്റ്ററിൻ്റെ മെറ്റലിൽ നിന്ന് ആ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ റിംഗ് ആണ് കല്യാണത്തിന് എക്സ്ചേഞ്ച് ചെയ്തത്. ഇതേ പറയണത് കൊണ്ട് വിയറ്റ്നാമിലെ സത്യമല്ലാതെ ഇന്ന് അക്കാലത്ത് വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയ സമയത്ത് വിയറ്റ്നാമിൽ ആണുങ്ങളില്ലായിരുന്നു എന്നാണ് പറയണത്. എല്ലാത്തിനും സൂക്കേടും പിടിച്ച് അംഗവൈകല്യം വന്നവരും ഒക്കെ ആയിട്ടായിരുന്നു. അത്രമാത്രം നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. ഇത് ഇറാനിൽ ആ സ്റ്റേജ് വന്നിട്ടില്ല. പക്ഷെ അമേരിക്ക ഒരു നിവൃത്തിയില്ലാന്ന് കണ്ട അവർ എന്ത് ലെവലിലേക്കും അവർ പോകും. ഇറാൻ്റെ ന്യൂക്ലിയർ ബോംബ് നിർമ്മാണ കേപ്പബിലിറ്റിയും മിസൈൽ നിർമ്മാണ കേപ്പബിലിറ്റിയും അവർ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും. അതിൽ ആയിരക്കണക്കിന് പേര് മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്കതിനകത്ത്. ഏതായാലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അമേരിക്കയ്ക്ക് എടുത്തു പറയാനുള്ള നേട്ടം എന്ന് പറയുന്നത് അവരുടെ നഷ്ടപ്പെട്ട പൈലറ്റിനെ അവർ തിരിച്ചു രക്ഷിച്ചു, അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. 2 വിമാനങ്ങൾ പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അടക്കമുള്ള മേഖലകൾ, അവരുടെ ആയുധ സംഭരണശാലകൾ ഇതെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ്. ഇനി എന്തെന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഭരണം മാറണം. എങ്ങനെ? ഇറാനിലെ ഭരണം മാറിയേ പറ്റുള്ളൂ. ഈ തീവ്രവാദികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരിക്കണം മുഴുവനും മറ്റേ മുക്രിയും ഇതുമല്ലേ, മൗലവിമാരും അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ പോയി കഴിഞ്ഞാലേ അമേരിക്കയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് വേറെ എവിടത്തേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ സമയമാകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എടുക്കാതിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വം പോവുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് അമേരിക്ക ഏതറ്റം വരെ പോവും. ഈ പറയണ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന സൗഹൃദമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് ഈ ഇതൊക്കെ കാണിക്കണമെന്നാണോ? നമ്മളിവിടെ 1998 മെയ് മാസത്തിൽ ന്യൂക്ലിയർ ബോംബ് നടത്തിയതിന് ഇവർ നമുക്കെതിരെ എംബാർഗോ പ്രഖ്യാപിച്ച ആൾക്കാരാണ് അമേരിക്ക. എന്നിട്ട് നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ന്യൂക്ലിയർ റിസർച്ച് പ്രോഗ്രാം അത് മുഴുവൻ സബോട്ടേജ് ചെയ്യാൻ എത്രയോ അവർ ശ്രമിച്ചു എന്നറിയാമോ? ഇന്ത്യയെ കൊണ്ട് എത്രയോ തവണ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിൽ ഒപ്പിടിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്നറിയാമോ? അതൊന്നും നടന്നില്ല. അവസാനം ഈ മറ്റേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അയാളാണ് ഒപ്പിട്ട് കൊടുത്തത്. അതോടുകൂടി എന്ത് പറ്റി? ഇന്ത്യയുടെ പല ന്യൂക്ലിയർ റിസർച്ച് പ്രോഗ്രാം ഹാസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അതിപ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലാണ്.
നമുക്കൊരു ഫാസ്റ്റ് ബ്രീഡർ പ്രൊജക്റ്റ് ഉണ്ട് ഇന്ത്യക്ക്. അതെ 500 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ പ്രത്യേകത, ആ റിയാക്ടർ പ്രവർത്തിക്കും തോറും അതിൽ നിന്നും കിട്ടുന്ന സ്പെൻഡ് ഫ്യൂവൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും കൂടുതൽ റിയാക്ടറുകൾ അതെ ഓടിക്കാൻ പറ്റും. അത് 2004 അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതാണ്. ഇതിപ്പോൾ 2026 എന്തെങ്കിലും ആയിട്ടുണ്ടോ? അപ്പോൾ അമേരിക്കയെ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നുണ്ട്. സത്യമായിട്ട് പറയണ്ടേ നമുക്ക്, അതെ വസ്തുതകൾ പറയണ്ടേ? വസ്തുതകളാണ് അമേരിക്ക പ്രത്യേകിച്ച് ഇതിനകത്ത് നേട്ടമൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി ഈ അവരുടെ ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കി, മിസൈൽ നിർമ്മാണ ശേഷി ഇല്ലാതാക്കി, ഇനിയും അവർ പറഞ്ഞ ഞങ്ങൾക്ക് ഇറാൻ്റെ ഓയിലും വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സിവിലിയൻ ഒരു ഭരണകൂടം, നല്ല ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ അവർ യുദ്ധം അവസാനിപ്പിക്കും.